ജനുവരി 22 അന്ന് അയോധ്യയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാമക്ഷേത്ര പ്രതിഷ്ഠ നടത്തും. അതാണത്രേ മോദി സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഭരണ നേട്ടം. ലോകത്ത് ഏറ്റവും അധികം ദരിദ്രർ ജീവിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ആഗോള വിശപ്പ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 111. അത്തരമൊരു രാജ്യത്ത് വികസനത്തെക്കുറിച്ച് സംസാരിച്ച് വോട്ട് തേടാൻ നരേന്ദ്രമോദിയോ BJPയോ തയ്യാറല്ല. ജനുവരി 22 സംഘപരിവാറിൻ്റെ ഒരു ദീർഘകാല ലക്ഷ്യം അന്ന് സാക്ഷാത്കരിക്കപ്പെടും. അയോധ്യയിലെ രാമക്ഷേത്രം യാഥാർത്ഥ്യമാകും. കശ്മീരിൻ്റെ പ്രത്യേക പദവി പിൻവലിക്കൽ, ബാബറി മസ്ജിദ് തകർത്ത് രാമക്ഷേത്രം നിർമ്മിക്കൽ, ഏകീകൃത സിവിൽ നിയമം നടപ്പിലാക്കൽ എന്നിങ്ങനെ 3 അടിയന്തര ലക്ഷ്യങ്ങൾ BJPക്കുണ്ട്. ഇനി ഏകീകൃത സിവിൽ നിയമം എന്ന ലക്ഷ്യം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ലോക്സഭാ തിരഞ്ഞെടുപ്പിനായി BJP തയ്യാറെടുത്തു കഴിഞ്ഞു. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ, വികസനം തുടങ്ങിയതിനെക്കുറിച്ചൊന്നും BJPക്ക് പറയാനില്ല. ഒരേ ഒരു വിഷയം മാത്രം, അയോധ്യയിലെ രാമക്ഷേത്രം. അതാണത്രേ മോദി സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഭരണ നേട്ടം. मेरे साथ बोलिए, सियावर रामचंद्र की, सियावर रामचंद्र की, सियावर रामचंद्र की. ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കുക എന്ന സംഘപരിവാർ അജണ്ടയുടെ മുന്നുപാധിയാണ് അയോധ്യയിൽ രാമക്ഷേത്രം പണിയുക എന്നത്. രാമനെ ഒരു പാൻ ഇന്ത്യൻ ഐക്കണാക്കി മാറ്റിക്കൊണ്ടാണ് കഴിഞ്ഞ 10-30 വർഷക്കാലമായിട്ട് സംഘപരിവാർ ഈ രാജ്യത്ത് ഹൈന്ദവ ഏകീകരണത്തിനും അതുവഴി ഹിന്ദു മതരാഷ്ട്രത്തിനാവശ്യമായിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്ര പരിസരം രൂപപ്പെടുത്താനുള്ള പ്രചണ്ഡമായ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനവർക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുത്തത് ഒരു സംശയമില്ല കോൺഗ്രസ്സുകാരാണ്. 1984 രാജീവ് ഗാന്ധി അധികാരത്തിൽ വന്നതിന് ശേഷം രാമാനന്ദ സാഗരൻ്റെ രാമായണം സീരിയൽ വഴി ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം രാമനെ വലിയ രീതിയിൽ ആരാധിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരാശയ പരിസരം രൂപപ്പെടുത്തി. രാമകഥകളിലെ രാമനെ, വാൽമീകി തൊട്ടുള്ള രാമായണ കർത്താക്കളുടെ രാമനെ, ആ രാമന് വ്യത്യസ്തമായി ക്ഷാത്രവീര്യമുള്ള യുദ്ധോത്സുകനായ ഒരു രാമനെ രൂപപ്പെടുത്തിയെടുക്കുകയാണ് രാമായണ സീരിയൽ വഴി ചെയ്തത്. ഇതിൻ്റെ തന്നെ ചുവട് പിടിച്ചുകൊണ്ടാണ് രാജ്യത്ത് ബാബറി മസ്ജിദ് തർക്കഭൂമിയാക്കി മാറ്റാൻ കഴിയുന്ന രീതിയിലുള്ള വലിയ ക്യാമ്പയിനുകൾ, രഥയാത്രകൾ, അതിൻ്റെയൊക്കെ ഒരു തുടർച്ചയിലാണ് 86 നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ രാജീവ് ഗാന്ധി ഈ അയോധ്യയിൽ രാമക്ഷേത്രത്തിന് വേണ്ടി വാദിക്കുന്ന, അയോധ്യയിൽ രാമക്ഷേത്രം സ്ഥാപിക്കണം, അത് രാമക്ഷേത്രമുണ്ടായിരുന്ന സ്ഥലത്താണ് ബാബറി മസ്ജിദ് ബാബർ ചക്രവർത്തി പണിതത് എന്നൊക്കെയുള്ള ചരിത്രവിരുദ്ധമായ വസ്തുതകളുടെ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഹൈന്ദവ സംഘടനകൾക്ക്, അയോധ്യയിലെ രാമക്ഷേത്രത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആളുകൾക്ക് തുറന്നു കൊടുക്കുകയാണ് കോൺഗ്രസ് ഗവൺമെൻറ് ചെയ്തത്. ഇതിൻ്റെയൊക്കെ തുടർച്ചയിൽ ഈ രാജ്യത്ത് ഹൈന്ദവ ഏകീകരണം ഉണ്ടാക്കാനും അങ്ങനെ ഭൂരിപക്ഷ ഏകീകരണത്തിലൂടെ ദേശീയാധികാരത്തിലേക്ക് എത്താനും BJPക്ക് കഴിഞ്ഞു.
BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രഖ്യാപിത നിലപാടാണ്. അവർ കാണുന്നത് രാമൻ്റെയും കൃഷ്ണൻ്റെയും അതേപോലെ തന്നെ ശിവൻ്റെയും ഈ 3 അവതാരങ്ങളുടെയും ക്ഷേത്ര സാക്ഷാത്കാരത്തിലൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയോധ്യയിൽ ബാബറി മസ്ജിദ് പൊളിച്ചിട്ടാണ് ക്ഷേത്രമെങ്കിൽ കാശിയിൽ ഗ്യാംബാബി മസ്ജിദ് തകർത്തിട്ടാണ്. അതിനു വേണ്ടിയുള്ള നീക്കങ്ങളാണ് ഇവിടെ നടക്കുന്നത്. 1947 ശേഷം ഇന്ത്യയിലെ എല്ലാ ആരാധനാലയങ്ങളും നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റാറ്റസ് കോ നിലനിർത്തണമെന്ന നിയമം ഈ രാജ്യത്തുണ്ട്. ആ നിയമം നിലനിൽക്കുമ്പോഴാണ് അയോധ്യയിൽ നിന്ന് പതുക്കെ കാശിയിലേക്ക് നീങ്ങി അവിടെ ഗ്യാംബാബി മസ്ജിദ് നിലനിൽക്കുന്ന സ്ഥലം തർക്കഭൂമിയാക്കാൻ അതിനുവേണ്ടി സർവേ നടത്താനൊക്കെ തന്നെയുള്ള അനുമതിക്ക് വേണ്ടി സംഘപരിവാർ രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഈ ഗ്യാംബാബി മസ്ജിദിനകത്ത് ശിവവിഗ്രഹമുണ്ട്, ശിവലിംഗമുണ്ട് എന്നൊക്കെയുള്ള പ്രചരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ മധുരയിൽ ഇപ്പോൾ തന്നെ ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട്. പക്ഷേ മധുരയിലെ ശ്രീകൃഷ്ണ ക്ഷേത്രം അവിടെയല്ല, എന്താണ് അവിടെ അതിന് തൊട്ടടുത്ത് കിടക്കുന്ന ഈദ്ഗാഹ് മൈതാനിയും മസ്ജിദും ഉണ്ട്. അപ്പോൾ ഈദ്ഗാഹ് മൈതാനിയിൽ ക്ഷേത്രം ഉണ്ടായിരുന്നുവെന്നും അവിടെ രാമക്ഷേത്രം പണിയാൻ അനുമതി വേണം, അതിനുവേണ്ടിയുള്ള ക്യാമ്പയിനുകൾ ആരംഭിക്കുകയാണ്. അങ്ങനെ രാമൻ്റെയും കൃഷ്ണൻ്റെയും ശിവൻ്റെയും പേരിലുള്ള ഈ ആരാധനാലയ വിഷയങ്ങൾ ഉന്നയിച്ച് രാജ്യത്ത് ഭീകരമായ രീതിയിലുള്ള അപരമത വിദ്വേഷമുണ്ടാക്കാനും ഹൈന്ദവ ധ്രുവീകരണം ഉണ്ടാക്കാനുമാണ്. ഗവർണർ സ്ഥാനം 1947 ശേഷം 48 തർക്കമുണ്ടായപ്പോൾ ബാബറി മസ്ജിദ് ശ്രീരാമ ജന്മസ്ഥലത്താണെന്നുള്ള ആക്ഷേപമുണ്ടായി. തെളിവുകളുടെ അടിസ്ഥാനത്തിലൊന്നുമല്ല, വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അത് അടച്ചുപൂട്ടിയിടാൻ അന്നത്തെ ഗവൺമെന്റ് തീരുമാനിച്ചു. ആരുടേതാണ് ഈ സ്വത്ത് എന്നുള്ളതാണല്ലോ കേസ്. രേഖ നോക്കിയിട്ടല്ലേ കോടതി വിധിക്കേണ്ടത്, വിശ്വാസം നോക്കിയിട്ടാണ്. ഈ വിധി ന്യായത്തെക്കുറിച്ച് പരസ്യമായ ഒരു വിമർശനം ഉന്നയിച്ച ഇന്ത്യ രാജ്യത്തെ ഏക രാഷ്ട്രീയ പാർട്ടി CPIM മാത്രമാണ്. വിധി കഴിഞ്ഞ് 1.5 മാസം കഴിയുമ്പോൾ ചീഫ് ജസ്റ്റിസ് റിട്ടയർ ചെയ്തു. അത് കഴിഞ്ഞ് 2 മാസം കഴിയുമ്പോൾ അദ്ദേഹത്തെ പാർലമെന്റിലേക്ക് നോമിനേറ്റ് ചെയ്തു. നോമിനേറ്റ് ചെയ്യുന്ന മെമ്പർമാർ രാജ്യസഭയിലാണ് വരുന്നത്. സർക്കാരിന്റെ സൗജന്യമാണിത്, നോമിനേഷൻ അവകാശമൊന്നുമല്ല. രഥയാത്രക്കാലത്ത് मैं संघ के प्रधानमंत्री के रूप में अपने कर्तव्यों का श्रद्धापूर्वक और शुद्ध अंतःकरण से निर्वहन അവരുടെ തെരഞ്ഞെടുപ്പ് അജണ്ടയാണത്. 2025 RS രൂപീകരണത്തിൻ്റെ ശതാബ്ദി വർഷമാണ്. ആ ശതാബ്ദി വർഷത്തിൽ ഈ രാജ്യത്തെ ഹിന്ദുരാഷ്ട്രമാക്കണം. അതുകൊണ്ട് തന്നെ 2024 ഭൂരിപക്ഷ ധ്രുവീകരണം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അവർ രാമക്ഷേത്ര ട്രസ്റ്റിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ രീതിയിലുള്ളൊരു ക്യാമ്പയിൻ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനവുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും BJPയുടെ ഒരു ഐഡിയോളജിക്കലായിട്ടുള്ള ഹിന്ദുരാഷ്ട്രം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു അടിസ്ഥാന പ്രശ്നം എന്ന നിലക്കാണ് അവർ
രാമക്ഷേത്ര പ്രശ്നം ഉയർത്തി കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ് മതനിരപേക്ഷ ശക്തികളുടെ പ്രശ്നം. രാമൻ ഇന്ത്യയിലെ ജനങ്ങളുടെ വിശ്വാസപരമായി വലിയ രീതിയിൽ സ്വാധീനമുള്ള ഒരു ഇതിഹാസ പുരുഷനാവാം. ആളുകൾക്ക് ദൈവമായിരിക്കാം രാമൻ, അത് ആളുകളുടെ വിശ്വാസമാണ്. ആ വിശ്വാസം സംരക്ഷിക്കാൻ അവർക്ക് അവകാശമുണ്ട്. പക്ഷേ ബാബ്രി മസ്ജിദ് നിലനിന്നിരുന്ന സ്ഥലത്താണ് രാമക്ഷേത്രം പണിയുന്നത്. അത് തകർത്തവരാണ് രാമക്ഷേത്രം പണിത് രാജ്യത്ത് അതൊരു ദേശീയ ഉത്സവമായി ആഘോഷിക്കാനുള്ള പരിപാടി ഇട്ടിരിക്കുന്നത്. ഇത് വിശ്വാസത്തെ, മതത്തെ, ആരാധനാലയങ്ങളെയൊക്കെ തന്നെ രാഷ്ട്രീയവൽക്കരിക്കുന്ന വർഗീയതയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് BJPയുടെ ഈ വർഗീയ അജണ്ട, രാമക്ഷേത്ര ട്രസ്റ്റ് പ്രതിഷ്ഠാദിനം ദേശീയ ഉത്സവമാക്കി മാറ്റുന്ന, ആഘോഷമാക്കി മാറ്റുന്ന അവരുടെ ഈ അജണ്ട, അതിലൊരു പൊളിറ്റിക്സ് ഉണ്ട്, അത് വർഗീയ പൊളിറ്റിക്സാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കുക എന്നതാണ് രാജ്യത്തെ മതനിരപേക്ഷ ശക്തികളുടെ കടമ. അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് സീതാറാം യെച്ചൂരിയെ ക്ഷണിച്ചു. ഒട്ടും ആലോചിക്കേണ്ടി വന്നില്ല, ക്ഷണം നിരസിച്ചു. This particular inauguration has been virtually converted into a state-sponsored inauguration. Therefore, we have decided that we should not be participating in this because of the manner in which it's being politicized and violating the basic fundamental principles. സോണിയാഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ, അധിർ രഞ്ജൻ ചൗധരി എന്നിവരെ ക്ഷണിച്ചു. കോൺഗ്രസ് ഒരു മതേതര പാർട്ടിയെങ്കിൽ ഉടനെ ക്ഷണം നിരസിക്കണം. അതുണ്ടായില്ല. തീരുമാനമെടുക്കാനായി എടുത്തത് 3 ആഴ്ച. ചടങ്ങിൽ പങ്കെടുത്താൽ ന്യൂനപക്ഷങ്ങൾ അകലും, പങ്കെടുത്തില്ലെങ്കിൽ ഭൂരിപക്ഷം അകലുമോ എന്നാണ് ആശങ്ക. ഹൈക്കമാൻഡ് തീരുമാനമെടുക്കാൻ വൈകിയതോടെ പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളുമായി നേതാക്കൾ രംഗത്ത് വന്നു. അത് എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. സീതാറാം യെച്ചൂരിയെ വിളിച്ചിട്ടുണ്ട്. അദ്ദേഹം പങ്കെടുക്കുമെന്ന് അന്വേഷിക്കും. അല്ലല്ല, അതൊക്കെ ദേശീയ തലത്തിൽ എനിക്കറിയില്ല. അതിനെ സംബന്ധിച്ചിട്ടുള്ള എനിക്കറിയില്ല. ഞാൻ ഈ വിവരം അറിഞ്ഞിട്ടില്ല. അത് ദേശീയ തലത്തിലാണ് അതിനെക്കുറിച്ച് അഭിപ്രായ പ്രകടനം നടത്തേണ്ടത്. ദയവ് ചെയ്ത് ഈ പ്രശ്നത്തെ വൈകാരികമായി കാണരുത് എന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, അത് സംഘപരിവാർ ശക്തികളെ സഹായിക്കാൻ വേണ്ടി മാത്രമേ ഉപകരിക്കുകയുള്ളൂ. BJP വെച്ചു പുലർത്തുന്ന തീവ്ര വർഗീയത, തീവ്ര ഹിന്ദുത്വ വികാരം, അതിനെ മൃദു ഹിന്ദു പറ്റില്ല. സ്വാതന്ത്ര്യ സമരം ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടം മാത്രമായിരുന്നില്ല, അതൊരു മതേതര ജനാധിപത്യ മുന്നേറ്റം കൂടിയായിരുന്നു. ആ മുന്നേറ്റത്തിന്റെ നേതൃത്വം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനായിരുന്നു. വർഗീയത ആളിക്കത്തിച്ച് സ്വാതന്ത്ര്യ സമരത്തെ വഴിതിരിച്ചുവിടാൻ RSSന്റെയും മുസ്ലിം ലീഗിന്റെയും ഭാഗത്തു നിന്ന് കഠിന പരിശ്രമങ്ങൾ ഉണ്ടായി. ഗാന്ധിയും നെഹ്റുവും അംബേദ്കറും കമ്മ്യൂണിസ്റ്റുകാരും സോഷ്യലിസ്റ്റുകളും എല്ലാം ചേർന്ന് ആ പരിശ്രമങ്ങളെ ശക്തമായി ചെറുത്തു. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി രക്തസാക്ഷിയായി. ഗാന്ധി വധത്തോടെ തളർന്ന സംഘപരിവാർ മടങ്ങിവരവിനായി കണ്ടെത്തിയ ജീവവായുവായിരുന്നു ബാബറി മസ്ജിദ്. ചോരപുരണ്ട ആ വർഗീയ തന്ത്രങ്ങൾക്ക് കോൺഗ്രസ് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തു. ഗൂഢാലോചനയ്ക്ക് ഇവിടെ നിന്നാണ് തുടക്കം. ബാബറി മസ്ജിദിലേക്ക് ഒരു സംഘം സംഘപരിവാറുകാർ അതിക്രമിച്ചു കയറി. മസ്ജിദിനകത്ത് ശ്രീരാമ വിഗ്രഹം സ്ഥാപിച്ചു. അതെടുത്തു കളയാൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആവശ്യപ്പെട്ടു. പക്ഷേ അന്നത്തെ UP മുഖ്യമന്ത്രി GB പന്ത് നിരസിച്ചു. പന്തിന്റെ പിടിവാശിക്ക് മുന്നിൽ നെഹ്റു തലകുനിച്ചു. അവിടെ തുടങ്ങുന്നു വഞ്ചനയുടെ ചരിത്രം. ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് കോൺഗ്രസ് ചെയ്ത ഒത്താശയുടെ ചരിത്രവും. അയോധ്യയിലെ ബാബറി മസ്ജിദ് 1949 ഡിസംബർ 22-ാം തീയതി അതിലേക്ക് അതിക്രമിച്ച് കടന്ന് വിഗ്രഹങ്ങൾ സ്ഥാപിച്ചപ്പോൾ നെഹ്റു കറകളഞ്ഞ മതനിരപേക്ഷ നിലപാടിൽ നിന്നുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി, അന്നത്തെ UP, അന്ന് പ്രൊവിൻസാണ്, UP പ്രവിശ്യയാണ്, അവിടുത്തെ പ്രധാനമന്ത്രിയാണ്, മുഖ്യമന്ത്രി എന്നല്ല പറയുക, പ്രധാനമന്ത്രിയായിരുന്ന ഗോവിന്ദ് വല്ലഭ് പന്തിനോട് പറഞ്ഞത് എന്താണ്? ഗോവിന്ദ് വല്ലഭായ് പന്തിനോട് പറഞ്ഞത് അത് അവിടെ നിന്ന് എടുത്തു മാറ്റണം, അത് അവിടെ സ്വയംഭവമായതാണ് എന്നുള്ളത്
ഹിന്ദു മഹാസഭക്കാരുടെ RSSകാരുടെ നുണപ്രചരണമാണ്. അത്തരം കിംവദന്തികൾക്ക് വഴങ്ങരുത്. അത് ഒളിച്ചു കടത്തി അതിക്രമിച്ച് കൊണ്ടുവച്ചതാണ്. അതെടുത്ത് സരയൂ നദിയിലേക്ക് എറിയണമെന്നാണ്. ആ നെഹ്റുവിൻ്റെ നിലപാടിനെ ആ കാലത്ത് തന്നെ ധിക്കരിച്ചവരാണ് GV പന്തും കൂട്ടരും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഫൈസാബാദ് ഡിസ്ട്രിക്ട് കളക്ടറായ KK നായർ, ഒരു മലയാളിക്ക് ലജ്ജ ഉണ്ടാക്കുന്ന ഒരു പേരാണ് KK നായർ. ആ KK നായരുടെ സഹായത്തോടു കൂടി അന്നത്തെ കോൺഗ്രസ് ഗവൺമെൻറ് അയോധ്യയിൽ ബാബ്രി മസ്ജിദ് തർക്കഭൂമിയാക്കി പൂട്ടിയിടാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തത്. അന്ന് കോൺഗ്രസിൻ്റെ തന്നെ ഫൈസാബാദ് ഡിസ്ട്രിക്ട് സെക്രട്ടറി ആയിരുന്ന അക്ഷയ് ബ്രഹ്മചാരി ഇതിനോട് ശക്തമായി പ്രതികരിച്ചിരുന്നു. അദ്ദേഹം നെഹ്റുവിൻ്റെ നിലപാടിൽ നിന്നുകൊണ്ട് ഒളിച്ചു കടത്തിയ വിഗ്രഹങ്ങൾ എടുത്തു മാറ്റണമെന്നും അല്ലാതെ അവിടെ അത് സൂക്ഷിച്ചു വെച്ച് തർക്കഭൂമിയാക്കുന്നത് പൂട്ടിയിടുന്നത് ശരിയല്ല എന്ന നിലപാടെടുത്തു. അതിനുവേണ്ടി അദ്ദേഹം നിരാകാരം കിടന്ന അദ്ദേഹത്തെ കോൺഗ്രസ് നേതാക്കളും ഹിന്ദു മഹാസഭാ നേതാക്കളും, കോൺഗ്രസ് നേതാക്കളും ഹിന്ദു മഹാസഭകളും ഏതാണ്ട് ഒരേ ആൾക്കാർ തന്നെയാണ്. ഹിന്ദു മഹാസഭാ നേതാക്കളും അദ്ദേഹത്തിൻ്റെ സത്യാഗ്രഹ പന്തൽ കയ്യേറി അദ്ദേഹത്തെ തല്ലി നഗ്നനാക്കി ഓടിച്ച ചരിത്രവും കോൺഗ്രസിന് സ്വന്തമായുള്ളതാണ്. 1986 ഷബാനു ബീഗം കേസിന്റെ വിധിന്യായത്തെ മറികടക്കാനായി രാജീവ് ഗാന്ധി സർക്കാർ പ്രത്യേക നിയമം കൊണ്ടുവന്നു. നിയമം ന്യൂനപക്ഷ പ്രീണനമെന്ന് ആരോപണമുയർന്നപ്പോൾ ഭൂരിപക്ഷം അകലുമോ എന്ന് രാജീവ് ഗാന്ധി ഭയന്നു. ഹിന്ദുക്കളെ ഒപ്പം നിർത്താനായി രാജീവ് ഗാന്ധി വീണ്ടും ബാബറി മസ്ജിദിനെ ആയുധമാക്കി. 1986 ഫെബ്രുവരി 1 ഹിന്ദുക്കൾക്ക് ആരാധന നടത്തുന്നതിനായി മസ്ജിദ് തുറന്നുകൊടുത്തു. പിന്നാലെ 1989 നവംബർ 9 വിശ്വ ഹിന്ദു പരിഷത്തിന് ശിലാന്യാസം നടത്താൻ അനുമതി നൽകി. മസ്ജിദ് തകർക്കാൻ സംഘപരിവാർ വിശാല പദ്ധതി തയ്യാറാക്കിയപ്പോൾ എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് പ്രധാനമന്ത്രി നരസിംഹറാവു ആയിരുന്നു. 1992 ഡിസംബർ 6 തകർന്നത് ബാബറി മസ്ജിദ് മാത്രമായിരുന്നില്ല, ഇന്ത്യയുടെ മതേതര പൈതൃകവും പുകൾപ്പെട്ട ജനാധിപത്യവുമായിരുന്നു. സംഘപരിവാറിന്റെ ഹിംസാത്മക മാത്രമല്ല, കോൺഗ്രസിന്റെ നിഷ്ക്രിയത്വവും ലോകം ചർച്ച ചെയ്തു. ഒരു ഭാഗത്ത് നെഹ്റുവിയൻ മതനിരപേക്ഷത, അതിനെ ധിക്കരിക്കാൻ നെഹ്റു ജീവിച്ചിരുന്ന കാലത്ത് പോലും ധൈര്യം കാണിച്ച, യാതൊരു മടിയുമില്ലാതിരുന്ന ഹിന്ദു മഹാസഭയുടെ അനുകൂലികളായിട്ടുള്ള ഒരു നേതൃത്വം കോൺഗ്രസിലുണ്ടായിരുന്നു. ഇന്ന് ഹിന്ദുത്വം പൊതുബോധമായി മാറുന്നതിൻ്റെ ഭാഗമായിട്ട് ഹിന്ദുത്വത്തോട് വർഗീയതയോട് നിലപാട് സ്വീകരിക്കാൻ കഴിയാതെ അതിനു മുമ്പിൽ സന്ധി ചെയ്യുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. ഇത് രാഷ്ട്രീയമായി കോൺഗ്രസിൻ്റെ ഒരു പാപ്പരത്വം. കമൽനാഥ് എന്ന കോൺഗ്രസ് നേതാവ് രാമക്ഷേത്ര നിർമ്മാണത്തിനായി മധ്യപ്രദേശിൽ നിന്ന് വെള്ളി ഇഷ്ടികകൾ അയച്ചു കൊടുത്തു. കമൽനാഥിനെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പാഠം പഠിപ്പിച്ചു. പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണം ലഭിച്ച് 3 ആഴ്ചയ്ക്ക് ശേഷം കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനമെടുത്തു. അയോധ്യയിലേക്ക് പോകേണ്ടെന്നായിരുന്നു തീരുമാനം ഏകകണ്ഠമല്ല. ഹൈക്കമാൻഡിനെ തള്ളി ഹിമാചൽ പ്രദേശിലെ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ വിക്രമാദിത്യ സിംഗ് രംഗത്ത് വന്നു. താൻ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് വിക്രമാദിത്യ സിംഗ് പ്രഖ്യാപിച്ചു. അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ ക്രെഡിറ്റ് കോൺഗ്രസിനും അവകാശപ്പെട്ടതാണത്രേ. രാമക്ഷേത്രത്തിൽ എന്ന പേരിൽ സംഘപരിവാർ പയറ്റിയ ചോര പുരണ്ട തന്ത്രങ്ങൾക്കൊപ്പം BJP വളർന്നു, ഒപ്പം കോൺഗ്രസ് തളർന്നു. ഹിന്ദുത്വയെ മൃദുഹിന്ദുത്വം കൊണ്ട് നേരിടാനാവില്ല. ഈ യാഥാർത്ഥ്യം പഠിക്കാതെ കോൺഗ്രസിന് 1 ഇഞ്ച് പോലും മുന്നോട്ട് പോകാനാകില്ല. സമീപകാലത്ത് ഇന്ത്യ കണ്ട ഏറ്റവും ധീരയായ പോരാളിയാണ് ബിൽക്കീസ് ബാനു പോരാട്ടത്തിൽ തനിച്ചല്ല, നിരവധി പേർ അവർക്കൊപ്പമുണ്ടായിരുന്നു. അവർക്കെല്ലാം അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇത്തവണത്തെ ദേശീയം സർവ്വദേശീയം ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.